الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ പരമദയാലുവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം. വിശുദ്ധ ഖുർആനിൽ പരലോകത്ത് വിചാരണയുടെ വേളയിൽ ആളുകളെ പലതാക്കി തിരിക്കുന്നതായി നമ്മൾ വിവിധ ആയത്തുകളിലൂടെ വിവിധ സൂറകളിലൂടെ മനസ്സിലാക്കിയ ആളുകളാണ്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് മുജ്രിമീങ്ങൾ, കുറ്റം ചെയ്യുന്ന ആളുകൾ. ഇവരെ പറ്റി ഖുർആൻ പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇവരെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഈ അസ്ഹാബുൽ യമീനിന്റെ ആളുകൾ അവര് സ്വർഗത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ജന്നാത്തി യതസാഅലൂൻ, അവരാ സ്വർഗത്തിൽ നിന്നുകൊണ്ട് അസ്ഹാബുൽ യമീനിലെ ആളുകൾ ചോദിക്കുകയാണ്, പരസ്പരം ചോദിക്കുകയാണ്. ആരെപ്പറ്റി? അനിൽ മുജ്രിമീൻ, ഈ കുറ്റം ചെയ്ത ആളുകളെ സംബന്ധിച്ച്. കുറ്റം ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇവരെ ചോദിക്കണം. അപ്പോഴാണ് അവരെ സംബന്ധിച്ച് ഇവരെ കിട്ടുന്ന അവര് സക്കറിലാണ്. മാ സലകകും ഫീ സക്കർ, നിങ്ങൾ എങ്ങനെ ഈ സക്കറിലെത്തി എന്ന് അവരോട് ചോദിക്കുകയാണ്. അപ്പൊ അതൊരു വിഭാഗമായി നമുക്ക് അവരെ കാണാം, മുജ്രിമീങ്ങൾ, തെറ്റ് ചെയ്യുന്ന ആളുകൾ. എന്താണ് ഈ മുജ്രിമാവാൻ കാരണം? വിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫ്തഹു ലഹുമുൽ അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാഖി വകദാലിക നജ്സിൽ മുജ്രിമീൻ. അല്ലാഹു പറയാണ്, ഇവർ മുജ്രിമീങ്ങളാകാൻ കാരണം ഇന്നല്ലദീനക്കദ്ദബൂ, അവർ കളവാക്കിയത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കളവാക്കിയ ആളുകൾ, കദ്ദബൂ ബി ആയാതിനാ, നമ്മുടെ ആയത്തുകളെ കളവാക്കി. മാത്രമല്ല വസ്തക്ബറൂ അൻഹാ,
അവരതിനെ തൊട്ടൊക്കെ അഹങ്കാരത്തോടുകൂടി എന്ത് ചെയ്തു, അതൊക്കെ വലിച്ചെറിഞ്ഞു. അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ആളുകളാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് തുറക്കൂല, അതായത് പ്രാർത്ഥന സ്വീകരിക്കൂല. വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാദ്. ഈ ഒട്ടകം സൂചിയുടെ ആ ദ്വാരത്തിലൂടെ കടക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കൂല. അതുകൊണ്ട് അവര് ആ നിലയ്ക്ക് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അതാണ് ഈ മുജ്രിമീങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് അല്ലാഹു പറഞ്ഞു. ആ ശിക്ഷയുടെ കോലവും അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ. ഈ മുജ്രിമീങ്ങൾ, കുറ്റം ചെയ്ത ആളുകൾ, അള്ളാഹുവിന്റെ ആയത്തുകളെയും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഭൂമിയിലൂടെ നടന്നുപോയ ആളുകൾ, അവർക്ക് അള്ളാഹു കൊടുക്കുന്നത് ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ. അവർക്ക് അള്ളാഹു നരകത്തിന്റെ ശാശ്വതമായ നരകത്തെ കൊണ്ടുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുക്കണം. ആ ആളുകൾ പരലോകത്തെത്തുന്ന സമയത്ത് അവർ അള്ളാഹുവിനോട് പറയും, ഇത് അപ്പോഴാണ് ബോധ്യപ്പെടുക. ഭൂമിയിൽ അഹങ്കാരത്തോടെ നടന്ന് അള്ളാഹുവിന്റെ ആയത്തുകളെയും ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ വലിച്ചെറിഞ്ഞ ആളുകൾ പരലോകത്തെത്തുമ്പം പറയും, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീ. അവർ അള്ളാഹുവിനോട് കെഞ്ചും. അവർ ആഗ്രഹിക്കുന്നത് എന്താ? ഞങ്ങളുടെ കുട്ടികളെ തന്നെ പകരം തരാം, ഞങ്ങൾക്ക് ആ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം. ഈ ആളുകൾ ആഗ്രഹിക്കാൻ അവിടെ എത്തുന്ന സമയത്ത് അവർക്ക് ആ പരലോകത്ത് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുജ്രിമീങ്ങൾ ദുനിയാവിൽ നിൽക്കുന്ന സമയത്ത് ഇബ്ലീസ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാധനം, അതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഈ മുജ്രിമീങ്ങളായ ആളുകൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്ന, നിങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മറന്നാളി, എന്തിനാ ഇങ്ങനൊക്കെ ജീവിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒന്ന് മടങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ ഇബ്ലീസ് പറയും, സാരല്ല, ഇനിയിപ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അവഗണിച്ചു എന്ന് വെക്കുക, എന്നാൽ നിങ്ങൾക്ക് എന്തുണ്ട്? ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവരെ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് ശുപാർശകരുണ്ട്, അതുകൊണ്ട് നിങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോയി എന്ന് നോക്കുക. ആഖിറത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ അവരിങ്ങനെ ആഗ്രഹിക്കും, പടച്ചോനെ ഇതൊക്കെ ഞങ്ങൾ തരാം, എന്നാ ഞങ്ങളെ ഈ നരകത്തിന് രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോ അങ്ങനെ അവർക്ക് കഴിയില്ല. എന്നാൽ ദുനിയാവ് നിൽക്കുന്ന സമയത്തോ, ദുനിയാവ് നിൽക്കുമ്പോ പല നിലക്കും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മറന്നിങ്ങനെ പോണ ആൾക്കാർക്ക് വീണ്ടും അതിൽ തന്നെ നിൽക്കാനുള്ള തോന്നൽ എന്തുകൊണ്ടാ ഇബ്ലീസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇല്ല, പ്രശ്നമാക്കണ്ട, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നാളെ അവിടെ ശുപാർശകരുണ്ട്, ആ ശുപാർശകർ വഴി നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. ആ ആളുകളെ സംബന്ധിച്ച് അള്ള പറയാണ് വനസൂഖുൽ മുജ്രിമൂന മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. ആ മുജ്രിമീങ്ങളെ നരകത്തിന്റെ കവാടത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുപോകുമ്പോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ച് അവർക്കുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് എന്താ? അവർക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്താ? ഞങ്ങളെങ്ങാനും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞങ്ങൾ ഇതിൽ ഈ അള്ളാഹുവിനെ മറന്നിങ്ങനെ നടക്കുകയാണെങ്കിൽ നാളെ അവിടെ വന്നാൽ ഞങ്ങൾക്ക് ശഫാഅത്ത് കിട്ടും, ആ ചുളിവിലങ്ങ് കയറിപ്പോകാം എന്ന് വിചാരിച്ച ആളുകളോട് അള്ള പറയാണ്, ആ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ലാ യംലികൂന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹദാ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു ശഫാഅത്തും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അള്ളാഹുവിനോട് കരാർ ചെയ്ത ആളുകൾ കൊഴികെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്പെഷ്യലായി അവസരം കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകൾക്ക് മാത്രമേ, അത് തന്നെ ആ വിചാരണയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ ഒന്ന് എടുക്കണമേ എന്നാണ്, അല്ലാതെ ഈ തെറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സ്വർഗത്തിലേക്ക് കടത്തണേ എന്നല്ല. അപ്പൊ അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞു, മുജ്രിമീങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ, ദുനിയാവിലെ ആഗ്രഹങ്ങൾ എന്താണ്? ഈ മുജ്രിമീങ്ങൾ ദുനിയാവിൽ പറഞ്ഞ ഈ ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ദുനിയാവിൽ ഉണ്ടാക്കിയ വിവരം എന്താ? വഖാലൂ ഇത്തഖദർ റഹ്മാനു വലദാ. അതാണ് ഒരു ചെയ്ത്. ഈ മുജ്രിമീങ്ങളായ തെറ്റ് ചെയ്യുന്ന ആളുകൾ ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അവർ കണ്ടെത്തിയ ന്യായം, ഞങ്ങൾക്ക് നാളെ ശഫാഅത്തുണ്ട്, അതിനെന്താണ് വകുപ്പ്? അവരെന്ത് ചെയ്തു? അള്ളാഹുവിന് ഒരു കുട്ടിനെ ഉണ്ടാക്കി.
അള്ളാഹുവിനൊരു മകൻ. അപ്പൊ എന്ത് ചെയ്യാം? ആ മകനെ ഉണ്ടാക്കുക വഴി എന്താ ഇവിടെ ആഗ്രഹം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിനെ ഉണ്ടാക്കി. ആ കുട്ടി അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത കുട്ടിയല്ലേ? അദ്ദേഹത്തോട് പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു ബാപ്പാക്ക് മകൻ പറഞ്ഞ അങ്ങനെ തട്ടൂല. അപ്പൊ ആ മകനിലൂടെ കഴിച്ചിലാകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു കുട്ടിയായി ദൈവത്തിന്റെ പുത്രനായി അവതരിച്ചത്. വിശുദ്ധ ഖുർആൻ പറയാണ്, അവർ പറഞ്ഞു ഇത്തഖദർ റഹ്മാനു വലദാ, റഹ്മാന് ഒരു കുട്ടികളുണ്ട് എന്ന് സ്വീകരിച്ച ആളുകളാണ്. അവർക്ക് എന്തിനാ ഈ ശുപാർശയ്ക്ക് സ്വാധീനം കിട്ടാൻ? മാത്രമല്ല, ഈ നിങ്ങൾ എന്ത് ചെയ്തോളി, തെറ്റൊക്കെ ചെയ്തോളി, എല്ലാ തെറ്റും ഞാൻ തന്നെ ഏറ്റെടുക്കാം. ഞാൻ അള്ളാഹുവിന്റെ കുട്ടിയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാ തെറ്റും ഞാൻ ഏറ്റെടുത്ത് ഞാൻ കുരിശിലേറാം എന്ന് ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ലൈസൻസ് കൊടുത്ത് ഇബ്ലീസ് എന്ത് ചെയ്തു? അവരെ ആ അർത്ഥത്തിൽ അങ്ങ് വിട്ടു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആരാധിക്കുകയും അള്ളാഹുവിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ നടത്തുന്ന ഒരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ്. ഞാനിത് പറയാൻ കാരണം, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിന്റെ ആഘോഷമാണ്. അതിനെ നമ്മൾ അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യേണ്ടതില്ല. പക്ഷെ മുഅ്മിൻ എന്ന നിലയ്ക്ക്, മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്? നമ്മൾ ആരെയും കുറ്റം പറയല്ല. നമ്മൾ ഇപ്പോൾ ശബരിമലയുടെ സീസണാണ്. ഈ സന്ദർഭത്തിൽ അത് വിശ്വസിക്കുന്ന, അത് ആരാധനയായി കരുതുന്ന ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ യാത്ര ചെയ്യുമ്പോൾ അവൻ പറയും, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചില നിബന്ധനകൾ അദ്ദേഹത്തിനുണ്ട്. ആ നിബന്ധനകളെ നമ്മൾ വകവെച്ച് കൊടുക്കുന്നതിന് നമ്മൾ ആരും പറയാറില്ല നമ്മുടെ കൂടെ തിന്നാത്ത വർഗീയവാദി എന്ന് നമ്മൾ പറയാറില്ല. കാരണം എന്താ? നമുക്കറിയാം അത് അവന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ സ്വീകരിച്ചൊരു നിലപാടാണ്. ആ നിലപാട് അവൻ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടാ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നീ കഴിക്കാത്തത്? നീ ഇത്ര വലിയ വർഗീയവാദിയാണോ എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. അതേപോലെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്തത്? ഞാൻ അള്ളാഹുവിന് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത് എന്റെ വിശ്വാസത്തിനെതിരാണ്. കാരണം എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ പഠിപ്പിച്ചത് ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സമദ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഒരാളുടെയും ആശ്രയം വേണ്ടാത്ത, എന്നാൽ എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്ന സമദാണ് അവൻ. ലം യലിദ് വലം യൂലദ്, അവൻ ഒരു കുട്ടിയെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചവനുമല്ല. അങ്ങനെയുള്ള അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന ആളായതുകൊണ്ട് എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. നമ്മൾ ആ വിഷയം അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ന് അള്ളാഹു പറഞ്ഞ ആയത്തിനെതിരായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ ഒരു കുട്ടിയെയും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ഒരു ഇലാഹും അള്ളാഹുവിന്റെ കൂടല്ല, അള്ളാഹു ഏകന. അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ ആളോട് അള്ളാഹ് പറയാണ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാ. ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അവന്റേതാണ്, അവൻ ഗനിയാണ്, അവൻ ആരുടെയും ആവശ്യമില്ല. അങ്ങനത്തെ ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റണം. കാരണം ഈ ആളുകൾ പറയുന്നത് എന്താ? ഇങ്ങനത്തെ ആളുകൾ പറയുന്നത് വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, വഖാലത്തിൽ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ ജൂതന്മാരും നസാറാക്കളും പറയുന്നത്, ഖാലത്തിൽ യഹൂദികൾ പറയുന്നത് ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ എന്ന് പറയുന്ന അവരുടെ ആരാധ്യ വസ്തു അള്ളാഹുവിന്റെ മകനാണ്. വഖാലത്തിൽ നസാറ, ക്രിസ്ത്യാനികൾ പറയുന്നു അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, യേശു അവരുടെ പറ്റിയിൽ പറഞ്ഞാൽ ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ മകനാണ്. ഇതൊക്കെ
അവർ അവരുടെ വായ കൊണ്ട് പറയുന്ന ഖൗല് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒന്നും സ്വീകരിച്ചിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു അപജയമുണ്ടാക്കുന്ന തരത്തിൽ ചില ആളുകൾ ആലോചിക്കും, എന്താ ഒരു കേക്കല്ലേ, ഒരു ചെറിയൊരു കേക്കിന്റെ ഒരു കഷ്ണല്ലേ, അതിനിപ്പോ എത്ര വലിയ മസിൽ പിടിക്കാനുണ്ടോ? ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെയ്യുന്നത് എന്താ? ആ ഒരു കേക്ക് കഴിക്കുക വഴി, കേക്കിനോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മൾ അത് കഴിക്കുക. ഇത് അള്ളാഹുവിന്റെ കുട്ടി, ആ കുട്ടിയുടെ ജന്മദിനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു എന്നല്ലേ അതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് എന്റെ വിശ്വാസത്തിന് എതിരാണത് എന്ന ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. അല്ലാതെ അവരോടുള്ള വിരോധം, ആരോടുള്ള വിരോധം, ഇനി ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി, ഏതെങ്കിലും ഒരു ജൂതൻ നമുക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നു, ആഘോഷമല്ലാത്ത ദിനത്തിൽ ആ ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റുമല്ലേ? അതൊന്നുമല്ല ഇവിടെ തർക്കം. അത് നമ്മളെ സുഹൃത്താണെങ്കിൽ നമുക്ക് പോയി കഴിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന ലവലേശം ചെറിയ ഒരു സംഗതി അതിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമ്, നമ്മുടെ വിശ്വാസത്തിൽ ദുൽമിന്റെ ലവലേശം കടന്നു വരാൻ പാടില്ല. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ. അതുകൊണ്ട് ആ സന്മാർഗവും നിർഭയത്വവും കിട്ടാൻ നമ്മൾ വിശ്വാസ രംഗത്ത് ശക്തരായി മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന, അല്ലെ നമ്മുടെ നിർഭയത്വത്തെ തകർക്കുന്ന എല്ലാ രംഗങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. ഇപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പം ഈ അന്ന് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകളാണ് നമ്മുടെ ചുറ്റും നിന്ന് നമുക്ക് കേൾക്കുന്നത്. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും ഫലമായി നമുക്ക് നിർഭയത്വം നഷ്ടപ്പെടുകയാണ്. നമ്മൾക്കുള്ള ഒരു വിശ്വാസം എന്താ? ഏകനായ പടച്ചതമ്പുരാനിലാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അല്ലാഹു വിധിച്ചതല്ലാതെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നമ്മുടെ നിർഭയത്വത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാക്കുന്ന ഒരവസ്ഥ വിശ്വാസിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വാസികളുടെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആനിൽ 12 പ്രാവശ്യമാണ് അവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യാ ബനി ആദം ഇമ്മാ യഅതിയന്നകും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി ഫമൻ ഇത്തഖാ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമുക്ക് മാത്രമല്ല, നമുക്ക് മാത്രമല്ല, മനുഷ്യരാണ് വിളിച്ചത്. യാ ബനി ആദം എന്നാ വിളിച്ച അല്ലാഹു. മനുഷ്യ സമൂഹത്തെ വിളിച്ച് നിങ്ങൾക്ക് റസൂല് വരികയും നമ്മുടെ ആയത്തുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ വിശ്വസിച്ച ഫമനിത്തഖ, അത് കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ചു പോകുന്ന മുത്തഖീങ്ങൾ, അതുപോലെ അതിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിഹീങ്ങൾ, അവർ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒരു നിലക്കുള്ള ബേജാറും പേടിയും ഉണ്ടാകേണ്ടതില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഭയങ്കര പേടിപ്പെടുത്തുന്നു. അപ്പോ ഒരു ജിന്നുമ്മ വഴി ഒരാൾ എന്ത് ചെയ്യാണ്? മരണപ്പെടുക. എന്താണ് അദ്ദേഹത്തിന് പേടി? അദ്ദേഹം നല്ലൊരു പണക്കാരനാണ്. പക്ഷെ എന്താണ്, ഈ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ജിന്ന് അതിനെ അടിച്ചിറക്കുക, അത് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെല്ലാം മാറും എന്ന് പോയി അവിടെ പോയിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ജീവഹാനി നഷ്ടപ്പെടുകയാണ്. പേടിയാണ്, ഭയപ്പാടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കും, നമുക്ക് ഇത്ര മാത്രം ഉണ്ടായാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു സംഗതി വിധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ബാധിക്കൂ. ഏതെങ്കിലും ഒരാൾ, ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു തേങ്ങയിൽ എന്തോ അറബിയിൽ എഴുതി, ഒരു മുട്ടയിൽ എന്തോ അറബിയിൽ എഴുതിയിട്ട് ഒരാൾ എന്റെ വീടിന്റെ അവിടെ കൊണ്ടുപോയി പൊഴിച്ചിട്ടു.
എന്നിട്ട് ഞാനത് എന്ത് ചെയ്യാണ്, അതിന് ഒരു കാര്യകാരണ ബന്ധമില്ലാതെ എനിക്ക് എന്തെങ്കിലും പറ്റും എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് അത് ശിർക്ക്പരമായ സംഗതിയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും ഒരു മാറ്റം എന്നിലുണ്ടാക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. നമ്മൾ അത് അടിയുറച്ച് വിശ്വസിക്കണം. അത് ഒരു സബബും ഇല്ലാതെ, ഒരു കാര്യകാരണ ബന്ധവും ഇല്ലാതെ ഞാനിവിടെ എന്തെങ്കിലും ചെയ്താൽ അപ്പുറത്തെ കച്ചവടക്കാരന് പൊട്ടിത്തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ വേറെ ആൾക്ക് എന്തെങ്കിലും ഉണ്ടാകുക, അയാളാകെ തകർന്നു പോവുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ, എന്തെങ്കിലും ഒരു അപകടം അല്ല എന്തെങ്കിലും വരുത്താൻ അത് അള്ളാഹുവിന് മാത്രമേ കഴിയും. അങ്ങനെ അള്ളാഹു അല്ലാത്തവർക്കും കഴിയും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഭയപ്പെടാവും. പിന്നെ അതിനെ ഇറക്കാൻ ആളുണ്ടാവും. അതുകൊണ്ടാ ഈ ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്, അത് ഇറക്കാൻ ആളുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. ചിലപ്പോ നമ്മൾ ചെയ്ത്താൻ കൂക്ക് പേടിയാണ്, ഓക്കെ, ഭയപ്പാടുന്ന വരികയാണ് ചെയ്ത്താൻ കൂക്ക്, അതുപോലെ ചാത്തനേറ്, പ്രേതം തുടങ്ങി മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ? ഈ നിർഭയത്വം നഷ്ടപ്പെട്ടാൽ മനുഷ്യരെന്ത് ചെയ്യും? ആ നിർഭയത്വം കിട്ടാൻ വേണ്ടി ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഇങ്ങനെ ഓടിയിട്ടോ അവിടെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് സമ്പത്തും അവരുടെ എല്ലാം കൈക്കലാക്കുന്ന രംഗങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മൾ ഇപ്പോഴും കാണുന്നത്. ഇപ്പൊ നോക്കി, ഒന്നത്. രണ്ടാമത് ഇപ്പൊ പേടി നഷ്ടപ്പെടുന്ന നോക്കി, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു പൂച്ച വരങ്ങനെ ചാടിയാൽ അപ്പയക്ക് പേടി. ഓക്കെ, വിശ്വാസരംഗത്ത് ഇത്തരം ന്യൂനതകൾ കടന്നു വരുമ്പോ നമുക്കുള്ള പേടി എന്താ? ഒരു പൂച്ച വലങ്ങു പോയാൽ ആ മനുഷ്യരെ പേടി. പണ്ട് നമുക്കറിയാം, പണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ പിന്നെ ബാക്കോട്ട് നടക്കൂല. എന്ത്? അതൊരു ശകുനാകുമോ? അങ്ങനെ പേടി. ഇതിനെയൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങള് വിശ്വാസത്തിന്റെ ഏറ്റവും കറകളഞ്ഞ തൗഹീദിന്റെ ആദർശം കൊണ്ട് ഏകനായ പടച്ച തമ്പുരാനിൽ നിങ്ങൾ അഭയം പ്രാപിക്കുക, തവക്കുൽ അള്ളാഹുവിൽ സമർപ്പിക്കുക എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോ ആൾക്കാർക്കൊക്കെ ഒരു ബോധം വെച്ചു. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമുക്ക് ഇത്തരം വാർത്തകൾ ഇപ്പൊ നോക്കൂ, ഈ അടുത്ത് ഈ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ മന്ത്രവാദി പറഞ്ഞു കൊടുത്ത കോഴി കടിച്ചതിന്റെ പേരിൽ മരണപ്പെട്ട ആളുകളുടെ വാർത്തകൾ, ഇങ്ങനെ നിരന്തരം എല്ലാ ഭാഗത്തു നിന്നും ഇത്തരം വാർത്തകൾ വരുന്നത് എന്തുകൊണ്ടാ? ഈ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും ആളുകൾ അകന്ന് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയി അവരുടെ മനസ്സിൽ വല്ലാത്ത ബേജാറുണ്ടായി. ആ ബേജാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി, ആ ബേജാറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്യുന്ന ശ്രമങ്ങളായി ഇബ്ലീസ് അവരവിടെ എത്തിക്കാൻ, അവർക്ക് തോന്നിപ്പിക്കാണ്. അത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങള്, അത്തരം ഒരു അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അലല്ലാഹ്, അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക, തവക്കുൽ അള്ളാഹുവിൽ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അത് മനസ്സിൽ ഉറപ്പിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം ചിന്തകൾ കടന്നു വരുന്ന നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ പല നിലക്കുള്ള ചിന്തകളും കടന്നു വരുന്ന ഒരുപാട് ആളുകൾ, അത്തരം ആളുകൾക്ക് അത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോവാണ്, അടിച്ചിറക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരൊക്കെ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അള്ളാഹു പറഞ്ഞാൽ കേൾക്കാത്തൊന്നുമില്ല. നമ്മൾ പറഞ്ഞ നമ്മുടെ വികാരങ്ങൾ അറിയുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയും. ഇനി രോഗം മറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചികിത്സിക്കൂ, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു രോഗത്തിനും മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യം റബ്ബിനോട് പറയാ, ആ റബ്ബ് അത് ശിഫയാക്കി തരും എന്ന ബോധ്യത്തിലേക്ക് ഈ മനുഷ്യരെ കൊണ്ടുപോയാൽ, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമി, അക്രമം, ഒരു ലവലേശം വിശ്വാസത്തിൽ ഒരു സംശയമില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അവന് ഉലൈക ലഹുൽ അംൻ, അവന് നിർഭയത്താണ്. ഒരു നിലക്കുള്ള പേടി ഉണ്ടാവില്ല, ഒരു ബേജാറുണ്ടാവില്ല. ഏത് കച്ചവടവും ചെയ്യും, ഏത് രാത്രിയും അവരിങ്ങനെ നടക്കാൻ പറ്റും.
ഒരു നിലക്കുള്ള പ്രേതമുണ്ടോ മറ്റുണ്ടോ മറിച്ചുണ്ടോ ഒരു പേടിയും ഒരു മുസ്ലിമിനെ അല്ലെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹത്തെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിർഭയത്വത്തോടുകൂടി സന്മാർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇങ്ങോട്ട് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ പ്രയാസത്തിലാണ്. ഇന്നും നമ്മുടെ ഒരു സഹോദരന്റെ അളിയൻ അല്ല, നമ്മുടെ സഹോദരന്റെ ഒരു സഹോദരൻ, അദ്ദേഹം സ്ട്രോക്ക് വന്നുകൊണ്ട് വെന്റിലേറ്ററിലാണ്. നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ആ സഹോദരനെ എത്രയും പെട്ടെന്ന് ജീവിതത്തിന്റെ ഒരു നല്ല അവസ്ഥയിലേക്ക് നീ മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ കുടുംബത്തിന് ക്ഷമയെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ആ രോഗിക്ക് എത്രയും പെട്ടെന്ന് എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഒരു സഹോദരി ഇതുപോലെ പ്രയാസത്തിലാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ, അവർക്കും നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ കുടുംബക്കാർ, അല്ലാഹു അവർക്കെല്ലാം നീ ശമനം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹുവേ ഇസ്സത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കുമൊക്കെ ഞങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ, തൊഴിലിൽ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ വിദേശത്താണ്. അവരുടെ ജോലിയിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ അല്ലാഹുവേ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലൂടെ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺപ് പ്രവർത്തിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ നിലക്കുമുള്ള പാപങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന അമലു സ്വാലിഹാത്തുകൾ നിന്റെ അടുക്കൽ കനന്തൂങ്ങുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരാരും തുണയില്ലാത്ത ആ സന്ദർഭത്തിൽ രക്ഷപ്പെടുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എളുപ്പം നേരിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.